SIR വഴി ബീഹാറിൽ കൂട്ടത്തോടെ വോട്ട് വെട്ടിമാറ്റിയതായി പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള ഹർജിക്കാർ സുപ്രീംകോടതിയിൽ. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ എന്ന നിലയിൽ കൊണ്ടുവന്ന SIR നടപടികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തത്. വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട 65 പേരുടെ സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കി. രേഖകൾ നേരിട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിനെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്തു. തുടർവാദത്തിനായി ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഹർജിക്കാർ കൂട്ടത്തോടെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയാണ് ചെയ്തത്. അത് എത്രത്തോളം നിർണായകമായ ഒരു നീക്കമായിരുന്നു? ദിവ്യ, ബീഹാറിലെ വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിച്ചെങ്കിലും SIRമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിലെ തുടർവാദം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. പ്രധാനമായിട്ടും ഇന്നിപ്പോൾ ഹർജിക്കാർ വാദിച്ചത് SIR, അതായത് ഈ വോട്ടർ പട്ടിക ഏറ്റവും കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ഇപ്പോൾ നടപ്പിലാക്കിയ SIR എന്നത് അതിപ്പോൾ കൂടുതൽ വഷളാക്കി സ്ഥിതി കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നുള്ള പ്രധാനപ്പെട്ട ആക്ഷേപമാണ് ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 65 പേരുടെ സത്യവാങ്മൂലം നാളെ നൽകുമോ എന്നുള്ള ആവശ്യവും കോടതി ഇപ്പോൾ അംഗീകരിച്ചില്ല. വ്യാഴാഴ്ചയ്ക്ക് ഈ കേസ് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. സുതാര്യത ഇല്ലാതെയാണ് SIRമായി ബന്ധപ്പെട്ടുള്ള ഹർജികളിന്മേലുള്ള നടപടി എന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. SIR പ്രശ്നം സങ്കീർണമാക്കാൻ വേണ്ടിയാണ് ഇവർ മുന്നിട്ടിറങ്ങിയതെന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം ഉയർത്തിയിരിക്കുകയാണ്. പട്ടികയിൽ നിന്ന് പുറത്തായ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 7,89,00,000 2020 വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ എണ്ണം. അതുപോലെ SIRന് പിന്നാലെ 7,47,00,000 ചുരുങ്ങിയിരിക്കുകയാണ്. 47 ലക്ഷം ആൾക്കാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും ഇന്നിപ്പോൾ കോടതിയിൽ ഉണ്ടാവുകയുണ്ടായി. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തുകയാണ് ചില രാഷ്ട്രീയ പാർട്ടികളും ചില ഹർജിക്കാരും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നത്, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയവർ യാതൊരു പരാതിയും സുപ്രീം കോടതിയിൽ നൽകിയിട്ടില്ല എന്ന് ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും തുടർവാദത്തിനായി വ്യാഴാഴ്ചയാണ് ഹർജികൾ വീണ്ടും പരിഗണിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇന്നും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് SIR ഈ വോട്ടർ പട്ടികയെ എന്തായാലും സങ്കീർണമാക്കി മാറ്റിയിരിക്കുകയാണ്. SIR പരിഷ്കരണത്തിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്നലെയാണ് ബീഹാറിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു നീക്കം അത് ഇനി എങ്ങനെയായിരിക്കും എഫക്ട് ചെയ്യാൻ പോകുന്നത്? കോടതി ഇടപെടൽ എങ്ങനെയൊക്കെ വരാനാണ് സാധ്യത? ദിവ്യാനി, ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ അതൊരു ഭരണഘടനാ സ്ഥാപനം കൂടിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ അതിൽ മേൽ എന്തായാലും സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ മുൻപോട്ട് പോവുകയാണ്. ഇന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വോട്ടർ പട്ടിക അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായവർക്ക് ഇനിയും വേണമെങ്കിൽ സുപ്രീം കോടതി സമീപിക്കാനാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുവരെ യാതൊരു പരാതികളും ലഭ്യമായിട്ടില്ല, അത്തരത്തിൽ യാതൊരു പരാതികളും ലഭിച്ചിട്ടില്ല എന്നിപ്പോൾ അടിവരയിട്ട് പറയുകയാണ്. അത്തരത്തിൽ ഈ കേസ് ഇനിയിപ്പോൾ വ്യാഴാഴ്ചത്തേക്ക് പരിഗണിക്കുകയാണ്. ഹർജികൾ തുടർവാദമായിട്ട് നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ വോട്ടെടുപ്പിന് 1 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിന് മുൻപായിട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തായാലും ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തോട് അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചു പോകുന്ന നടപടിയായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ബീഹാറിൽ കൂട്ട വോട്ടുവെട്ടൽ നടന്നു എന്നാണ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകി.